മന്ത്രി കെ കൃഷ്ണൻകുട്ടി നമ്മോടൊപ്പം ഉണ്ട്. മിനിസ്റ്റർ, ഈ ലോഡ് ഷെഡിംഗ് വേണമെന്ന ആവശ്യം KCB ഉന്നയിച്ചിട്ടുണ്ടോ സർക്കാരിനോട്? ഇല്ല, 2-ാം തീയതി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു തീരുമാനം ഉണ്ടാവും. 2-ാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതെ. എന്താ തീരുമാനം എടുക്കാൻ പോകുന്നത്? ഇല്ല, അവര് ബോർഡിന്റെ ഒരു അഭിപ്രായം അറിയട്ടെ, എന്നിട്ടല്ലേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. KCB ആവശ്യപ്പെട്ടിരിക്കുന്നത് പവർ കട്ട് വേണം തന്നെയല്ലേ? KCB ആവശ്യപ്പെട്ടില്ല. ഇല്ല. ആണോ? ഇപ്പൊ എന്താ സ്ഥിതി, എന്താണ് മിനിസ്റ്റർ? സ്ഥിതി എന്ന് വെച്ചാൽ ഓവർലോഡ് ആകുകയാണ്. ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരാൾ ഒരു ട്രാൻസ്ഫോർമറിന്റെ കപ്പാസിറ്റിയിൽ ഉപയോഗിക്കുന്നതിന്റെ 3 ഇരട്ടി 4 ഇരട്ടി കൂടുമ്പോൾ ഡ്രിപ്പ് ആകുകയാണ്. അതാണ് ഇപ്പൊ പ്രശ്നം നടക്കുന്നത്. ഓരോ സബ്സ്റ്റേഷനിലും സാധാരണ വെച്ചിട്ട് 6 ഇരട്ടി 7 ഇരട്ടിയാണ് ഉപയോഗം കൊടുക്കുന്നത്. ഒരു വീട്ടിൽ ഒരു AC ഉണ്ടായിരുന്ന വീട്ടിലൊക്കെ 4 AC ആയി. മെയ് കൂടി ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഉന്തിത്തള്ളി കൊണ്ടുപോകേണ്ടി വരില്ലേ? അതുകൊണ്ട് ഉൽപാദനം നമുക്ക് വളരെ 60% വെള്ളമില്ല, അതറിയോ? അതാരും പറയുന്നില്ല. മഴയില്ലാത്തതിന്റെ കുറവ് നമുക്ക് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് കഴിഞ്ഞ ഒരു ഒക്ടോബർ നവംബറിലൊക്കെ നല്ല മഴ കിട്ടിയിട്ടില്ലേ? ഇല്ലല്ലോ, 60% വെള്ളം കമ്മി. 20% ഉൽപാദനമുള്ളൂ. ബാക്കി എല്ലാം പുറത്തുനിന്ന് വലിയ വില കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. ഇപ്പൊ തൽക്കാലം കോൺട്രാക്ട് സൈൻ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ വരെ പോകാൻ സാധിക്കുന്നതാണ് തോന്നുന്നത്. പക്ഷെ ബില്ലിന് നല്ല വർധനവുണ്ടല്ലോ ഇപ്പോ. ബില്ലിന് നല്ല വർധനവ് കാണുന്നുണ്ടല്ലോ. 15 റുപ്യ തൊട്ട് 20 റുപ്യ വരെയാണ് കൊടുത്ത് മേടിക്കുന്നത് ഇപ്പോ. നമുക്കിവിടെ ആണെങ്കിൽ ഒരു ഹൈഡ്രോ പ്രോജക്റ്റ് വരാൻ നിങ്ങളെപ്പോലുള്ളവർ തന്നെ സമ്മതിക്കില്ല. എനിക്ക് പരിസ്ഥിതി പറഞ്ഞിട്ട്. അല്ല മിനിസ്റ്ററെ, നമ്മളിപ്പോ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ പറയുന്നത് 11.31 കോടി യൂണിറ്റ് ഉപയോഗിച്ചു. സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിയിട്ട് എങ്ങനെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതെന്ന് അവരെ കൊണ്ട് വിലയിരുത്തി വരാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2-ാം തീയതി കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ ലോഡ് ഷെഡിങ്ങിനുള്ള സാധ്യത ഉണ്ടെന്നാണോ മിനിസ്റ്റർ സൂചിപ്പിക്കുന്നത്? ഞാനത് പറയില്ല, അവരാണല്ലോ തീരുമാനിക്കേണ്ടത്. നമുക്ക് ഇലക്ട്രിസിറ്റി എവിടെ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും എന്നുള്ളത് നോക്കണം. പർച്ചേസിന്റെ ഇതെല്ലാം കൂടി നോക്കിയ ശേഷമേ തീരുമാനിക്കുള്ളൂ. അവർ പറഞ്ഞാൽ നമുക്ക് കേൾക്കലേ നിവൃത്തിയുള്ളൂ. പിന്നെ അവരല്ലേ കൈകാര്യം ചെയ്യുന്നത്. ചെയർമാനെ കൊണ്ട് അത് തരാൻ പറഞ്ഞിട്ടുണ്ട്. തന്ന ശേഷം തീരുമാനം എടുക്കുള്ളൂ. നന്ദി ശ്രീ കെ കൃഷ്ണൻകുട്ടി.